നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് ആൻ്റപ്പൻ അലീനയുടെ മുന്നിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുവാണ്. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. കാരണം വിശ്വസിച്ച് കൂടെ നിന്ന ഒരാൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും ആൻ്റപ്പൻ ചേട്ടാ, 1 ലിറ്റർ മദ്യത്തിന് വേണ്ടിയിട്ട് ആൻ്റപ്പൻ ചേട്ടൻ എന്ത് പരിപാടി ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്നേ? എങ്ങനെ തോന്നി ഇത്? ഒരുപക്ഷെ എൻ്റെ പപ്പായോട് പറയുവാണെങ്കിൽ ആൻ്റപ്പൻ ചേട്ടന് മദ്യം വാങ്ങാനുള്ള പൈസ തരുമല്ലോ. അല്ലെങ്കിൽ അതും പോട്ടെ, കുറച്ച് ശമ്പളം കൂട്ടിത്തരാൻ പറയുവാണെങ്കിൽ അത് തരില്ലേന്ന് ചോദിച്ചു. അതിന് പകരം ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ആൻ്റപ്പൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പപ്പ. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ശരിക്കും ഇവരിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ ആ കാര്യങ്ങൾ അവരെ പറഞ്ഞ് തിരുത്തുമല്ലേ ചെയ്യണ്ടേ? അല്ലെങ്കിൽ പപ്പായോട് പറയണമായിരുന്നു. അതിന് പകരം 1 ലിറ്റർ മദ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കൊടും ചതി ഇവിടെ നടക്കുമ്പോൾ, അത് കുഞ്ഞെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് പറ്റിയൊരു അബദ്ധമെന്ന് പറഞ്ഞു. ആൻ്റപ്പൻ ചേട്ടാ, തൽക്കാലത്തേക്ക് ഞാൻ പപ്പായോടൊന്നും പറയുന്നില്ല. പക്ഷെ ഇനി ആൻ്റപ്പൻ ചേട്ടന് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല, അല്ല, ഇനി ഒരു കാര്യം ചെയ്യുക, 1 ലിറ്റർ മദ്യത്തിൻ്റെ പൈസ ഞാൻ തന്നോളാം. ഇങ്ങനെ എന്തെങ്കിലും കാണുവാണോ എന്നോടൊന്നും പറയണം. അതിന് എത്ര രൂപയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ വേണ്ട ആൻ്റപ്പൻ ചേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ട, ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന പോയി അകത്ത് പോയി പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് ആൻ്റപ്പൻ്റെ കയ്യിലേക്ക് നീട്ടുവാണ്. ഇതെന്താ? അതെ, ഇനിയിപ്പം ഇങ്ങനെ എന്തേലും കണ്ടിട്ടുണ്ടേ എന്നോട് പറയാൻ വേണ്ടിയിട്ടാ. അവർ 1 ലിറ്റർ മദ്യമല്ലേ വാങ്ങിച്ചിരുന്നുള്ളൂ. ഞാൻ അതിനേക്കാളും കൂടുതൽ പൈസ ആൻ്റപ്പൻ ചേട്ടന് തരാം. അപ്പോഴേക്കും ആൻ്റപ്പൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇല്ല കുഞ്ഞെ, ഞാനിത് വാങ്ങില്ല. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് പറ്റിയ തെറ്റാന്ന് പറഞ്ഞു. ആൻ്റപ്പൻ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ടു. അലീന എന്താണോ ഒരു തവണ ക്ഷമിക്കാൻ തന്നെ തീരുമാനിച്ചു. മറ്റോട് ക്ഷമിച്ചല്ലോ. അങ്ങനെ ആൻ്റപ്പൻ അങ്ങോട്ട് കയറിപ്പോയി. ആൻ്റപ്പന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അതേസമയം പൗലോസിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ടുണ്ട് തൻ്റെ ചീട്ട് കീറും. ആ പെണ്ണങ്ങാനും പോയി കേണൽ സാബിനോട് പറഞ്ഞ പണി പോകുമെന്നുള്ള കാര്യം ഉറപ്പായി. അത് മാത്രമല്ല, കേണൽ സാബ് വെറുതെ വിടുവോ? പേടിച്ചിട്ട് പൗലോസ് ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ ബാഗിനകത്തേക്ക് കുറെ തുണിയൊക്കെ എടുത്തു വെച്ച് പോകാനൊരുങ്ങുമ്പോഴത്തേനും ബൈജു വന്നിട്ട് ചോദിച്ചു, അല്ല ആൻ്റപ്പൻ ചേട്ടൻ അല്ല പൗലോസ് ചേട്ടൻ ഇത് എങ്ങോട്ടാ പോണത്? അതെ, ഞാൻ വീട്ടിലേക്ക് പോവാനോ? പിന്നെ എനിക്ക് ഇവിടുത്തെ ജോലിയൊക്കെ മതിയായി. ഇവിടുത്തെ ജോലി ഇനി ചെയ്തിട്ടുണ്ട് ശരിയാകത്തില്ല. ആ പെണ്ണിൻ്റെ അടിമയായിട്ട് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് മാത്രമല്ല, കേണൽ സാബെങ്ങാനും കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബൈജു പറഞ്ഞു, അത് ശരിയാ, ആ പെങ്കുച്ച് പറയത്തില്ലെന്നാ പറഞ്ഞേ. അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്താണെങ്കിലും വീട്ടിൽ പോവുക. അല്ല, ഇവിടുന്ന് പോകുകയെന്നും പറഞ്ഞുകൊണ്ടാണ് ചെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും പറയില്ല, പോയിട്ട് തിരിച്ചു വരാമെന്നും പറയും. പക്ഷെ എൻ്റെ പട്ടി വരും ഇനി ഈ വീട്ടിലേക്ക്. ഞാനെങ്ങും വരത്തില്ലേ. എനിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്കിഷ്ടം പോലെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. എടാ ബൈജു, ഇവിടെ ഇങ്ങനെ അട്ടിപ്പേറ് കിടക്കുന്ന കാര്യം ഭേദം നീ ഒരു കാര്യം ചെയ്യുക, വേറെ എവിടെയെങ്കിലും പോയി ഡ്രൈവിംഗ് ജോലിക്ക് നിൽക്കുക. ഇതിനേക്കാളും നല്ല അന്തസ്സുള്ള ജോലി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബൈജു പറഞ്ഞു, പൗലോസ് ചേട്ടനിത് പറയാം, പക്ഷേ എന്നെ കൊണ്ട് പെട്ടെന്ന് അതിന് സാധിക്കുന്ന കാര്യമില്ല. പെട്ടെന്നൊരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പൗലോസ് പിന്നീട് സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നിട്ട് സ്റ്റാൻലിയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് വീട് വരുന്ന പോകണം. അതെന്ത് പറ്റി? അലീന വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? നിങ്ങൾ തമ്മിൽ വഴക്കായോ വീണ്ടും? അതാണ് സ്റ്റാൻലി ആദ്യം ചോദിക്കുന്നത്. ഇല്ല, പിന്നെന്താ കാര്യം? അത് പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടതുണ്ട്, കുറച്ച് പൈസ വേണമായിരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞിത്രയും പൈസ സ്റ്റാൻലി കൊടുക്കുകയും ചെയ്തു. പോയിട്ട് വരത്തില്ലേ? വരും കേണൽ സാബേ. അങ്ങനെ ആ പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീണ്ടും വന്നിട്ട് വൈദ്യനോട് പറഞ്ഞു, അപ്പം ഞാൻ ഇറങ്ങിയേക്കുക, നീയൊക്കെ ഇവിടെ കിടന്നു. അല്ല, കേണൽ സാബ് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുന്നേ. എന്താണെങ്കിലും വിനോദ് വരുമ്പോൾ അവനോടും കൂടെ ഒന്ന് പറഞ്ഞേരെ. ഞാൻ രക്ഷപ്പെട്ടു പോകാൻ പോവാ. പിടുത്തം വീണിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ നല്ല കുശാലാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്തു? പതിവ് പോലെ തൻ്റെതായ ജോലികൾ ചെയ്യുമായിരുന്നു. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് വണ്ടികളുടെ ശബ്ദം കേട്ടെ. അലീന ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. കുറേ 3-4 കാറുകളും 1-2 ജീപ്പും 1-2 ബൈക്കും എല്ലാം അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ ഏതാണെന്നും അലീനയ്ക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും അവത് കുടിച്ചാനും അലീനയുടെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് വലിയപ്പിച്ച കുറച്ച് കാറും ജീപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന്. കാറും ജീപ്പും ഒക്കെയോ? അവധി കുട്ടിച്ചാൻ അങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. ശരിയാണ്, കാറും ജീപ്പും ഒക്കെ കണ്ടു. അഞ്ചലിലെ കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവധി കുട്ടിച്ചാന് കാര്യം മനസ്സിലായി. ഒരു കാർ തുടങ്ങുന്ന അതിനകത്തുനിന്ന് വികാരിയച്ഛനൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ എൽസമ്മയും മക്കളും, അതോടൊപ്പം തന്നെ എൽസമ്മയുടെ ആങ്ങളമാരും
പിന്നെ ബാക്കി രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവതക്കുറിച്ച് ഞാൻ പറഞ്ഞു, അവരെല്ലാം വരുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള വരവാൻ തോന്നേ. അഞ്ജലിന്ന് റീത്തമ്മയുടെ ആങ്ങളെ, പിന്നെ രാഷ്ട്രീയക്കാരും പള്ളിയിലച്ഛനും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ അവരൊക്കെ നിന്നെ പറഞ്ഞു വിടാനായിട്ട് സ്റ്റാലിനോട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന. ഇത്രയും ദിവസം മിക്കവാറും വരാതിരുന്നതിന് കാരണം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് തന്നെ ഈ അഞ്ജലി എന്നുള്ള റീത്തമ്മയുടെ ആൾക്കാർക്ക് വരാനായിട്ട് പേടിയാ, സ്റ്റാലിനെയും പേടിയാ. അതുപോലെ തന്നെ ഇവിടെ കുറെ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ, അതുങ്ങളെല്ലാം പേടിയായതുകൊണ്ടാണ് തന്നെ വരാതിരുന്നേ. ഒരു പടയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. അല്ല, എൽസമ്മയും മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൽസമ്മയെന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ? സ്റ്റാലിയുടെ ഭാര്യ. അവളും ഉണ്ട്, അവളുടെ മക്കളും ഉണ്ട്. മക്കളെയൊക്കെ നീ കണ്ടോളല്ലേ? പിന്നെ മൂത്തവളെ നീ കണ്ടിട്ടില്ലോ, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അലീന ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറുന്ന കണ്ടു. അത് കുടിച്ച് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങുമൊന്നും വേണ്ട, മുറിയിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവധി കുടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, താൻ കാരണം തൻ്റെ പപ്പായ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോവാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കതകെ മുട്ടുന്ന ശബ്ദം കേട്ടു. അലീന പോയി കതവ് തുറന്നു. കതവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീ നിൽക്കുന്നു. അലീനയ്ക്ക് മനസ്സിലായി ഇത് എൽസമ്മയാന്നുള്ള കാര്യം. കണ്ടാൽ നല്ലൊരു കുലീനത്തൊക്കെ തോന്നും. അത്രയ്ക്ക് വലിയ വണ്ണവും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയും മെലിഞ്ഞിട്ടൊക്കെയാണ്. ആ കൂടെ ടെൽസയും ടാനിയ ഉണ്ടായിരുന്നു. ടെൽസയെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, കഴിഞ്ഞ പ്രാവശ്യം വന്നാണല്ലോ. ടാനിയെ കണ്ട് മനസ്സിലായില്ല, പക്ഷെ എന്നാലും ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് തൻ്റെ പപ്പയുടെ മകളാന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. അലീന എൽസമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എൽസമ്മ പക്ഷെ അതൊന്നും അല്ല. എൽസമ്മ അലീനയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഏതോ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഉള്ളതുപോലെ തോന്നി. അതുപോലെ തന്നെ ടെൽസ എന്ത് ചെയ്തു? ദേ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഓടി അലീനയുടെ അടുത്തേക്ക് വന്നു. അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അലീനയുടെ കയ്യിലൊക്കെ വന്ന് പിടിക്കുകയാണ്. അലീനയ്ക്ക് സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ടെൽസയെ കണ്ടായിരുന്നല്ലോ. ടെൽസയെ കണ്ട് ടെൽസയോട് സംസാരിക്കാൻ ഒരുങ്ങിയതാണ്. ആ സമയത്താണ് റീത്താമ്മ വന്ന് പിടിച്ചുകൊണ്ട് പോയത്. ടെൽസയെ കാണുമ്പോഴത്തേനും അലീനയ്ക്ക് ഒരു സന്തോഷം, അതോടൊപ്പം സങ്കടം തന്നെ തോന്നും. കാരണം ആ കൊച്ചിനെ ആരും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നേ. പാറിപ്പറന്ന് കിടക്കുന്ന മുടിയും കാര്യങ്ങളൊക്കെയാ. പക്ഷെ ആ മുറിയിലേക്ക് കയറുമ്പോഴത്തേനും ടെൽസയ്ക്ക് ഭയങ്കര സന്തോഷം. അലീനയെ കണ്ടു കഴിയുമ്പോൾ അലീനയുടെ കയ്യിലൊക്കെ വന്ന് പിടിച്ചു. മുഖത്തൊക്കെ ഇങ്ങനെ വന്ന് തലോടുവാണ്. അലീന അവളെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു. ഈ സമയത്ത് എൽസമ്മ ഇങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ബാ വന്നിരിക്കാനായിട്ട് പറഞ്ഞു. പെട്ടെന്ന് എൽസമ്മ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഞെട്ടി ഉണരുവാണ്. കാരണം എൽസമ്മയ്ക്ക് അലീനയെ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്റ്റാലിയുടെ അമ്മയെ കണ്ടിട്ടുണ്ടല്ലോ എൽസമ്മ, ചിന്നമ്മേനെ. അപ്പം അതേ ഷേപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിമിഷം അങ്ങ് നോക്കി നിന്നു പോയത്. അപ്പോഴേക്കും റീത്താമ്മ അങ്ങോട്ട് വന്നു. കണ്ടു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അവത് കൂടി ചായനും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ടെൽസമ്മയെ വിളിച്ചു. ഈ സമയത്ത് ടെൽസ മുറിയിലായിരുന്നു. ടെൽസ ബെഡേലൊക്കെ കയറി കിടന്ന് ചാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എടി ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞ് റീത്താമ്മ വിളിച്ചു. പെട്ടെന്ന് ടെൽസ ഇറങ്ങി വന്നു. ടാനിയ അവളെ കൂടെ വിളിക്കാൻ പറഞ്ഞു. ടാനിയ ടെൽസയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പോയി പിടിച്ചു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. റീത്താമ്മ എൽസമ്മയോട് പറഞ്ഞു, കണ്ടല്ലോ ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. ടാനിയ ടെൽസയുടെ കയ്യെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ടെൽസയ്ക്ക് ഒട്ടും പോകാൻ മനസ്സിലായിരുന്നു. ടെൽസ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ അലീനയോട് പറഞ്ഞിട്ടാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ. അലീനയ്ക്ക് എന്തോ ടെൽസയോട് പ്രത്യേക ഒരു വാത്സല്യവും കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു. കാരണം അവൾക്ക് വേണ്ടത്ര ചികിത്സ കൊടുക്കുകയും നന്നായിട്ട് പരിചരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറെ കൂടെ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് അലീനയ്ക്ക് അറിയായിരുന്നു. അപ്പോഴേക്കും അവധി കുടിച്ചായൻ ചോദിച്ചു, വന്ന ആരൊക്കെയാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. എൽസമ്മയാ? മനസ്സിലായി, കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വല്യപ്പച്ചാന്ന് പറഞ്ഞു. പിന്നെ അത് മൂത്ത മോള് ടാനിയാന്ന് പറഞ്ഞു. അല്ല നീ സംസാരിച്ചോ? ഇരിക്കാനൊക്കെ പറഞ്ഞു, പക്ഷെ ഇരുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്തിനാ വല്യപ്പച്ച എല്ലാവരും കൂടെ വന്നേ? ഇന്നിവിടെ ഒരു വലിയ മീറ്റിംഗ് കൂടാൻ തോന്നേ. പഞ്ചായത്ത് പ്രസിഡന്റും വികാരി അച്ഛനും അവരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുള്ള വരവാന്ന് പറഞ്ഞു. നിനക്കെതിരെ പടയൊരുക്കങ്ങൾ നടത്താനായിട്ടുള്ള വരവാ. അല്ല വല്യപ്പച്ച, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ചായയോ? അതെ, നിന്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു കുടിക്കാൻ അല്ല അവർ വന്നേക്കെന്നുള്ള കാര്യം അറിയാലോ. തൽക്കാലത്തേക്ക് ചായ ഒന്നും വേണ്ട. മോൾ അവിടെ ഇരുന്നോ. എന്താണ് ഞാൻ വന്ന് വിളിക്കാതെ അവിടേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അത് കുടിച്ചാൻ ഇറങ്ങിപ്പോയി. അലീന ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ടെൽസ വീണ്ടും മുറിയിലേക്ക് വന്നു. ടെൽസ മുറിയിലേക്ക് വന്ന് അലീനയെ വിളിച്ചു. എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ കൈക്കൊക്കെ എന്തൊരു ചൂടാ. എൻ്റെ പപ്പയുടെ മോളല്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ ഇവിടെ ഈ മുറിയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു.
ഇരുന്നോളാൻ പറഞ്ഞു. പിന്നീട് അലീനയുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കുകയാണ്. എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ടെൽസയ്ക്ക്. ചേച്ചിക്ക് പനിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ചേച്ചിയുടെ കൈക്കൊക്കെ നല്ല ചൂടുണ്ട്, നല്ല സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് റീത്താമ്മയുടെ വിളി കേൾക്കുന്നത്. എന്ന് ടെൽസ നീ ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ടെൽസ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകുവാണ്. ടെൽസയ്ക്ക് ഭയങ്കര പേടിയാണ് റീത്താമ്മേനെ. കാരണം റീത്താമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ടെൽസയ്ക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വരാം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടെൽസ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ആ സമയത്ത് സ്റ്റാൻലി ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഹാളിലേക്ക് വന്നു. സ്റ്റാൻലി അവർ സ്വീകരിക്കാനൊന്നും പോയതില്ല. അതിൻ്റെ ഒരു പരിഭവം അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മെമ്പർ പറഞ്ഞു, എന്നാലും ഇതെന്താ സ്റ്റാൻലി വീട്ടിലേക്ക് വന്ന അതിഥികളെ സ്വീകരിക്കേണ്ട അല്ലേ? സ്റ്റാൻലി എന്താ പുറത്തേക്കൊന്നും ഇറങ്ങി വന്ന് പോലും ഇല്ലോ. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ഞങ്ങൾ പട്ടാളക്കാരെ ശത്രുക്കളെ അങ്ങനെ ഹാർദവമായിട്ട് സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് സ്റ്റാൻലി മറുപടി കൊടുത്തത്. അവർക്കും മനസ്സിലായി ഇതങ്ങനെ പെട്ടെന്നൊന്നും സ്റ്റാൻലിയുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും സ്റ്റാൻലി വിട്ടുകൊടുക്കത്തില്ല. എത്ര വലിയ പടയിളകി വന്നാലും സ്റ്റാൻലിയെ അലീന ഒരു കാരണവശാലും അവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. ഈ പറയുന്ന പുളിക്ക തറവാട്ടുകാർ, അതായത് എൽസമ്മയുടെ വീട്ടുകാർ മൊത്തം ഇളകി വന്നിട്ടുണ്ട്. ആങ്ങളമാർ 3-4 പേര്, റീത്തമ്മ, എൽസമ്മ, മക്കള്, പിന്നെ രാഷ്ട്രീയക്കാർ, വികാരിയച്ഛന്, എല്ലാവരും കൂട്ടുള്ള വരവൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.